വർഷത്തിലൊരിക്കൽ ക്ഷേത്രത്തിൽ ഉത്സവം എന്നൊരു ചടങ്ങ് നടത്തുന്നു. ക്ഷേത്രത്തിലെ ദേവതയുടെ മഹിമ പ്രചരിപ്പിക്കാൻ, അനുഗ്രഹവും ശക്തിയും എല്ലാവർക്കും അനുഭവിക്കാൻ ഉത്സവം നടത്തുന്നു. ആ ദിവസങ്ങളിൽ ദേവൻ അല്ലെങ്കിൽ ദേവത ഉത്സവമൂർത്തിയായി പുറത്തേക്ക് വരുന്നു. ജനങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കായി ദൈവത്തിനോട് നന്ദി പറയാനുള്ള ഒരു വഴിയാണ് ഉത്സവം. ഒരു നാട്ടിലെ എല്ലാവരും ഒന്നിച്ചുകൂടി സന്തോഷത്തോടെ ആഘോഷിക്കുന്ന സമയമാണ് ഉത്സവം. ഇത് സാമൂഹിക ഐക്യം വർദ്ധിപ്പിക്കുന്നു. പൂരം, തെയ്യം, മേളം, കലയാചരണങ്ങൾ എന്നിവ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അവ തുടർന്നു കൊണ്ടുപോകുവാൻ ഉത്സവം സഹായിക്കുന്നു. ഉത്സവ ദിവസങ്ങളിൽ പൂജകൾ, ദീപാരാധന, വ്രതങ്ങൾ എന്നിവ ചെയ്യുന്നത് മനസ്സിന് സമാധാനവും ശുദ്ധിയും നൽകുന്നു. പല വിശ്വാസങ്ങൾ പ്രകാരം ഉത്സവ സമയത്തെ പ്രത്യേക പൂജകൾ രോഗങ്ങളും ദോഷങ്ങളും നീക്കുമെന്ന് കരുതപ്പെടുന്നു. ഉത്സവം എന്ന വാക്കിനർത്ഥം തന്നെ മേൽപോട്ടുള്ള പ്രവാഹം എന്നാണ്. അതായത് വർഷത്തിലൊരിക്കൽ ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിക്കണമെന്ന് സാരം. എന്നാൽ പൊതുവായി എല്ലാവർക്കും ഒരു സംശയമുണ്ടാകും. നിത്യവും പൂജാകർമ്മങ്ങൾ നടത്തുന്ന ക്ഷേത്രത്തിൽ ക്ഷേത്ര ചൈതന്യത്തിന് ഒരു കുറവും സംഭവിക്കുന്നില്ലല്ലോ എന്ന്. പക്ഷേ ഭക്തർ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകൾ, പൂജാരിയുടെ അശ്രദ്ധ കൊണ്ട് ചൈതന്യത്തിന് വരുന്ന ക്ഷതം, ഇവയൊക്കെ ഈ കുറവുകളൊക്കെ പരിഹരിക്കാൻ ഉത്സവം എന്ന ചടങ്ങ് നടത്തണമെന്നാണ് ആചാര്യന്മാർ വിധിച്ചിട്ടുള്ളത്. സാധാരണയായി കുംഭം, മീനം മാസങ്ങളിലും മേടമാസങ്ങളിലുമാണ് ഉത്സവം നടക്കാറ്. ഓരോ ക്ഷേത്രത്തിലും ഉത്സവത്തിനോട് ഭാഗമായി അതിൻ്റെ ആരംഭത്തിൽ കൊടിയേറ്റം നടക്കുന്നു. ഈ കൊടിയേറ്റ സമയത്തും ഉത്സവത്തിൻ്റെ അവസാന ഭാഗമായ കൊടിയിറക്ക സമയത്തും അവിടെ അമ്പലത്തിൽ ഉണ്ടാവുകയും ആ സമയത്ത് ആത്മാർത്ഥതയോടെ അതിശക്തമായി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് സാധിക്കപ്പെടുമെന്നും ഒരു വിശ്വാസമുണ്ട്.